الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة. نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്നും മുഴുമേഖലകളിലും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്നും എന്നോടെന്ന പോലെ കണിശമായി തന്നെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ തക്കാസുർ എന്ന മനുഷ്യ മനസ്സിൻ്റെ ചാപല്യത്തെക്കുറിച്ച്, മരണം വരെ ജീവിതത്തിൽ എന്തിനെക്കുറിച്ചൊക്കെയാണോ നാം ഓർക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ നമ്മെ അശ്രദ്ധമാക്കി കളയുന്ന ഒരു ചാപല്യമാണ് തക്കാസുർ എന്ന് അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഭൗതിക വിഭവങ്ങൾ ധാരാളമായി നേടിയെടുക്കണമെന്ന ആഗ്രഹവും ആ നേടിയെടുക്കുന്നതിലുള്ള പരസ്പര മത്സരവും, നേടിക്കഴിഞ്ഞതിന് മേൽ അടയിരുന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും ആളും അർത്ഥവുമുള്ളവനെന്ന് അഹന്ത നടിക്കലും ചേർന്ന വികാരമാണ് തക്കാസുർ എന്ന് അന്ന് പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട 2-3 ചെറിയ കാര്യങ്ങൾ കൂടി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും
പിന്നീട് പറയാൻ പോകുന്ന കാര്യങ്ങൾക്കുള്ള ഒരു ആമുഖം എന്നുള്ള നിലയിൽ ആ വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നെനിക്ക് തോന്നുന്നു. വിശുദ്ധ ഖുർആനിൽ സമ്പത്തിനെക്കുറിച്ച് ഖിയാം എന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. സമ്പത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അതിന് മനുഷ്യ സമൂഹം കൊടുക്കേണ്ട ഗൗരവവും നമ്മെ ഉണർത്തുന്നതിനു വേണ്ടിയാണ് ഖിയാം എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചത്. വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകുമുല്ലതീ ജഅലല്ലാഹു ലക്കും ഖിയാമൻ. അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ ധനം ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ കൊടുക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാചകത്തിൽ നമ്മെ ഉണർത്തുന്നത്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഇത് മാത്രമാണ്. ധനത്തെക്കുറിച്ച് ഖിയാം, മനുഷ്യജീവിതത്തിന്റെ ആധാരശില, മനുഷ്യജീവിതത്തിന്റെ അച്ചുതണ്ട് എന്നുള്ള ഒരു വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്കതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിയും, അതിന്റെ പ്രസക്തി മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല നമ്മൾ അതിന് നൽകേണ്ടുന്ന ഒരു ഗൗരവം അതും നമുക്ക് ഈ പദപ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സാധാരണഗതിയിൽ മുതലാളിത്തത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരപരിപാടികളും പ്രഭാഷണങ്ങളും ലേഖനങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അല്പം കയ്യിൽ കാശുള്ള ആളുകൾക്കൊരു വിഷമമുണ്ടാകും. ആ വിഷമം എന്താണെന്ന് ചോദിച്ചാൽ, ഇവന്മാര് നമുക്കെതിരെയാണല്ലോ ഈ തിരിയുന്നത് എന്നുള്ള തോന്നലാണ്. മുതലാളിത്തത്തിനെതിരെ എന്ന് പറയുമ്പോൾ മുതലാളിമാർക്കെതിരെ, നാലു കാശുള്ളവർക്കെതിരെ എന്നുള്ള ഒരു തോന്നലാണ് പലരും ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേൾക്കുമ്പോഴും അങ്ങനെയുള്ള ലേഖനങ്ങൾ വായിക്കുമ്പോഴും അത്തരം സമരപരിപാടികൾ ശ്രദ്ധിക്കുമ്പോഴും നമ്മിൽ ചില ആളുകൾക്ക് ഒരു അസ്ഖ്യത അനുഭവപ്പെടുന്നു. മുതലാളിത്തത്തിനെതിരെയുള്ള ഒരു സമരം മുതലാളിമാർക്കെതിരെയുള്ള സമരമല്ല. നാല് കാശ് കയ്യിലുണ്ടാവുക എന്നുള്ളത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മോശമായിട്ടുള്ള ഒരു കാര്യമായി കണ്ടിട്ടുമില്ല. മറിച്ച് ധനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഖൈർ എന്ന് തന്നെയാണ്. ഖൈർ എന്ന വാക്കിന്റെ അർത്ഥം നന്മ എന്നാണ്. അപ്പോൾ ധനം എന്നത് ഖിയാം ആയിരിക്കെ തന്നെ അത് നന്മയാണ്, ഖൈറാണ്. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീന വൽ യതാമാ വൽ മസാകീനി വബിനിസ് സബീൽ. നിങ്ങൾ ചെലവഴിക്കുന്ന ഖൈർ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെലവഴിക്കുന്ന ഖൈർ അത് മാതാപിതാക്കൾക്കാണ്, അടുത്ത ബന്ധുക്കൾക്കാണ്, യതീമുകൾക്കാണ്, അഗതികൾക്കാണ്, അതുപോലെ തന്നെ ഇബ്നിസ് സബീൽ യാത്രക്കാർക്കാണ്. അപ്പോൾ ഈ ഇനത്തിൽ നിങ്ങൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ധനം, ആ ധനം ഖൈറാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും പാഴായിപ്പോവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മതിയായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല മനുഷ്യന്റെ മനസ്സിനെ വിശകലനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു വാചകമുണ്ട്, നമുക്കൊക്കെ പരിചയമുള്ള വാചകമാണ്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. മനുഷ്യൻ ധനത്തോട് കഠിനമായി സ്നേഹമുള്ളവനാണ്. ധനത്തോട് കഠിനമായി സ്നേഹമുള്ളവനാണ് എന്ന് പറയേണ്ടടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുള്ളത് ലിഹുബ്ബിൽ ഖൈർ എന്നാണ്. ധനം എന്ന വാക്കിന് പകരമായിട്ട് ഖൈർ, നന്മ എന്ന വാക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ ധനം എന്നത് ഖൈർ തന്നെയാണ്. ധനം മനുഷ്യ സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ആധാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി എടുത്തു പറഞ്ഞ ഒരു കാര്യം
വവജദക ആയിലം ഫഅഗ്നാ, നിന്നെ ഒരു പാഴാരക്കാരനായി പ്രയാസമനുഭവിക്കുന്നവനായി അള്ളാഹു കണ്ടു, എന്നിട്ട് അള്ളാഹു താങ്കൾക്ക് ഐശ്വര്യം നൽകി, ദാരിദ്ര്യത്തിൽ നിന്ന് താങ്കളെ രക്ഷപ്പെടുത്തി ഒരാശ്രയം ആശ്രയിക്കേണ്ടതില്ലാത്ത ഒരവസ്ഥയിലേക്ക് താങ്കളെ മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു ഗനിയാക്കി, ഒരു നിരാശ്രയനാക്കി എന്നുള്ളത്, അഥവാ ആശ്രയം ആവശ്യമില്ലാത്ത ഒരാളാക്കി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ധനം ആധാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ, മാത്രമല്ല നമുക്കുള്ള നന്മയുമാണത് എന്ന് അല്ലാഹു നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. പക്ഷെ നന്മയാണെന്ന് വെച്ച്, നമ്മുടെ ജീവിതത്തിന്റെ ആധാരശിലയാണ് എന്ന് വെച്ച്, അത് നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ കാര്യമാകാൻ പാടില്ല. നമുക്ക് അതിനോട് അപദമ്യമായ ഒരു സ്നേഹമുണ്ടാവുക, അടങ്ങാത്ത ഒരു അഭിലാഷമുണ്ടാവുക, അതിനോട് വൈകാരികമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുക, മറ്റെല്ലാ പരിസര യാഥാർത്ഥ്യങ്ങളെയും മറന്നുകൊണ്ട് ധനത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന അവസ്ഥ വരുന്നതിനെ വിശുദ്ധ ഖുർആൻ വളരെ ശക്തിയായി നിരാകരിച്ചത് കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ നാഥനോട് വലിയ ധിക്കാരം കാണിക്കുന്നവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, അവൻ അതിന് സാക്ഷിയാണ്. മനുഷ്യൻ അതിന് സാക്ഷിയാണ്. കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഇത് പറയുന്നത്. വളരെ ശക്തിയായി ഓടിക്കൊണ്ടിരിക്കുന്ന, കിതച്ചോടിക്കൊണ്ടിരിക്കുന്ന, ഈ കല്ലുകളിലും പാറകളിലും ഒക്കെ കുളമ്പ് തട്ടിച്ചിട്ട് തീപ്പൊരി പാറുമാറ് ഓടിക്കൊണ്ടിരിക്കുന്ന, പ്രഭാതവേളകളിൽ പോലും ശത്രുപക്ഷത്തേക്ക് ഇരച്ചു കയറി ശത്രുക്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന, തന്റെ യജമാനന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധമായിട്ടുള്ള കുതിരകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ആ കുതിരകളെ ഒരു ഭാഗത്ത് നിർത്തി പിന്നെ മനുഷ്യനെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അപ്പോൾ അല്ലാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നത് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, കാരണം ധനത്തോട് അവനുള്ള സ്നേഹം അതികഠിനമാണ്. ധനത്തോട് അതികഠിനമായ സ്നേഹമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കാൻ അവനെ അത് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആളുകൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്? അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അതികഠിനമായ സ്നേഹം ഈ ധനത്തോട് വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ചില ആളുകൾ പറയും, അങ്ങനെ എനിക്കൊരു സ്നേഹമൊന്നുമില്ല, സമ്പത്തുണ്ടാക്കണമെന്ന് അള്ള പറഞ്ഞു, അതുകൊണ്ട് ഞാൻ സമ്പത്തുണ്ടാക്കുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. അങ്ങനെ ധനത്തോടൊരു സ്നേഹം ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് അതുണ്ടാക്കിക്കൂടായിരുന്നോ, ഇതുണ്ടാക്കിക്കൂടായിരുന്നോ, അങ്ങനെ ചെയ്തുകൂടായിരുന്നോ, ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, എത്ര വരുമാനത്തിന്റെ മാർഗങ്ങളുണ്ടായിരുന്നു, ആ മാർഗങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ അവസാനിപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ധനത്തോട് നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലുള്ള അതികഠിനമായ സ്നേഹമൊന്നും എനിക്കില്ല എന്നാളുകൾ പറയും. പറയുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്നത്. ഇനി തുടർന്ന് പറയുന്നത്, അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിടങ്ങളിലുള്ളതിനെ പുറത്തെടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നവരറിയുന്നില്ലേ, അവർ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക. വഹുസ്സില മാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് പുറത്തെടുക്കപ്പെടുന്നതായ സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കും എന്നവർ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ആഖിറത്തുമായി ബന്ധപ്പെടുത്തുകയാണ് അല്ലാഹു ചെയ്യുന്നത്. അത്ര വലിയ അദമ്യമായ ഒരു സ്നേഹമൊന്നും സമ്പത്തിനോട് എനിക്കില്ല, ഞാൻ വളരെ നിസ്സംഗമായിട്ടാണ് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് എന്ന് നമ്മളോട് പറയുന്ന ആളുകൾ
അവരുടെ ഉള്ളിൽ സമ്പത്തിനോടുള്ള ഈ അസാധാരണമായ സ്നേഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ നിലനിൽക്കുന്ന സ്നേഹം കണ്ടെത്താൻ അള്ളാഹുവിങ്കൽ വഴിയുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഖിയാമത്ത് നാളിന്റെ ദിവസം എല്ലാവരെയും ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവരെ വിചാരണ ചെയ്യും. വിചാരണ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഒരാശയത്തെക്കുറിച്ചാണ് പറയുന്നത്. വഹുസ്സില മാ ഫിസ് സുദൂർ. ഹൃദയങ്ങളിലുള്ളത്, നെഞ്ചകങ്ങളിലുള്ളത് പുറത്തെടുക്കപ്പെടുന്നതായ ഒരു ദിവസം. എന്താ നെഞ്ചകങ്ങളിലുള്ളത്? നെഞ്ചകങ്ങളിലുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള രക്തമല്ല, രക്തധമനികളല്ല, അല്ലെങ്കിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്ന കോശങ്ങളല്ല, മറിച്ച് നെഞ്ചകങ്ങളിലുള്ളത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിയ്യത്തുകളാണ്, കരുത്തുകളാണ്, തോന്നലുകളാണ്, ആഗ്രഹങ്ങളാണ്, അഭിലാഷങ്ങളാണ്, മോഹങ്ങളാണ്. അതാണ് നെഞ്ചകങ്ങളിലുള്ളത്. ആ നെഞ്ചകങ്ങളിലുള്ളത് പുറത്തെടുക്കപ്പെടുമ്പോൾ എന്നാണ്. ഹുസ്സില എന്ന വാക്കിന് രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന് ഉള്ളതിനെ പുറത്തെടുക്കുക എന്ന അർത്ഥമാണ്, മറ്റൊന്ന് പുറത്തെടുത്തിട്ട് അതിനെ തിരഞ്ഞ് വേർതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. നെഞ്ചകങ്ങളിലുള്ള ഈ മോഹങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉണ്ടല്ലോ, വികാരങ്ങളുണ്ടല്ലോ, ഈ വികാരങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പുറത്തിടും. പുറത്തിടുക മാത്രമല്ല, അതിൽ നിന്ന് ശരിയായതേത് തെറ്റായതേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുവാനും അള്ളാഹുവിന് കഴിയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലാകും ആർക്കാണ് ധനത്തോട് പതിവ് കവിഞ്ഞ അഭിനിവേശമുള്ളത്, ആരുടെ ധനത്തോടുള്ള അഭിനിവേശമാണ് അള്ളാഹുവിനോടുള്ള ധിക്കാരത്തിന് പ്രേരിപ്പിക്കുന്നിടത്തോളം ചെന്നെത്തുന്നത് എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന് എല്ലാവരെ കുറിച്ചുമുള്ള അറിവുണ്ടാകും എന്ന് പറയാം. അന്നുണ്ടാകുമെന്ന് പറഞ്ഞാൽ അർത്ഥം അതിന് മുമ്പുണ്ടാകും എന്നല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നെഞ്ചകങ്ങളിലുള്ള വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും എല്ലാം പുറത്തെടുത്തിട്ടിട്ട്, എടോ നിന്റെ ധനത്തോടുള്ള ആഗ്രഹം ഇത്രമേലുണ്ടായിരുന്നു, ആ ആഗ്രഹം വഴിയായിട്ട് നിന്റെ നാഥനോട് നീ ഇന്ന സ്വഭാവത്തിൽ ധിക്കാരം കാണിച്ചിരുന്നു എന്ന് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ധനം ഖിയാമാണ്, ധനം ഖൈറാണ് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആ ധനത്തോടുള്ള നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനെ ധിക്കരിക്കുന്നിടത്തോളം ചെന്നെത്താൻ പറ്റില്ല. ഇനി ആ ധനത്തോടുള്ള അമിതമായ ആഗ്രഹം മനുഷ്യരോട് പുച്ഛം കാണിക്കുവാൻ മനുഷ്യരെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചിട്ടുള്ള സൂറത്തിൽ പറയുന്നത്. സൂറത്തുൽ ഹുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ആളുകളെ പരിഹസിക്കുകയും ആളുകൾക്കെതിരെ കുത്തുവാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം. കുത്തുവാക്കുകൾ പ്രയോഗിച്ചിട്ട് ആളുകളെ പ്രയാസപ്പെടുത്തുക, പരിഹസിച്ചിട്ട് ആളുകളെ പ്രയാസപ്പെടുത്തുക, ആളുകളെ നിസ്സാരരായി കാണുക, അങ്ങനെ ചെയ്യുന്നവർക്ക് നാശം എന്നാണ് പറയുന്നത്. ചില മുസ്ലിംമാര് അർത്ഥം പറയുമ്പോൾ നരകത്തിന്റെ വൈലെന്ന ചെരു എന്നും പറയാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, നരകത്തിന്റെ പ്രത്യേകമായ ഒരു സ്ഥലം അവർക്ക് വേണ്ടി നീക്കിവച്ചിരിക്കുന്നു എന്നാണ് അപ്പറഞ്ഞതിന്റെ അർത്ഥം. ആളുകളെ പരിഹസിക്കുക, അവർക്കെതിരെ കുത്തുവാക്കുകൾ പറയുക. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും സമ്പത്തിനോടുള്ള സ്നേഹവും തമ്മിൽ ചേർത്തു പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജനങ്ങളോടുള്ള പരിഹാസത്തെയും സമ്പത്തിനോടുള്ള സ്നേഹത്തെയുമാണ് ചേർത്തു പറഞ്ഞിട്ടുള്ളത്. അല്ലദീ ജമഅ മാലം വഅദ്ദദ. ധനം ഒരുമിച്ച് കൂട്ടുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്യുന്നതായ ആളുകൾ. ആ ആളുകൾ എന്ത് ചെയ്യും? ജനങ്ങളെ പരിഹാസത്തോടുകൂടി കാണും. കണ്ടില്ലേ എന്റെ കയ്യിൽ സമ്പത്ത്, എന്റെ പെട്ടിയിൽ എത്രയാണുള്ളത്, എനിക്കെത്രയാണ് ബാങ്ക് ബാലൻസ് ഉള്ളത്, എത്രയെത്ര വാഹനങ്ങളാണ് എനിക്ക് വേണ്ടി റോട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്,
എത്ര വ്യവസായശാലകളാണുള്ളത്, എത്ര വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത്, ഞാൻ എത്രത്തോളമാണ് വെട്ടിപ്പിടിച്ചിട്ടുള്ളത്, ഇതിന്റെയൊക്കെ ഉടമയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇവനെന്ത് 4 കാശുണ്ടാക്കാൻ അറിയാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, നിസ്സാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളോടുള്ള പുച്ഛം, ധനത്തോടുള്ള അഭിനിവേശം കാരണമായി വന്നു ചേരാവുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുകയാണ്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ സമ്പത്ത് എന്നും നിലനിൽക്കുന്നതാണ് എന്നാണ് അവൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് അവന് ബാക്കിയുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം, ഒരു പരിഹാസം, അവർക്കെതിരെ കുത്തുവാക്ക് പ്രയോഗിക്കാനുള്ള അവന്റെ തോന്നലൊക്കെ അതുകൊണ്ട് വന്നു ചേരുന്നതാണ് എന്നാണ് പറയുന്നത്. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിലേക്ക് വീണ്ടും തിരിയുകയാണ്. അതായത് സമ്പത്തിനോടുള്ള അമിതമായ അഭിനിവേശം ഇല്ലായ്മ ചെയ്യണമെങ്കിൽ പരലോകത്തെക്കുറിച്ചുള്ള ശരിയായ ഓർമ്മ മനസ്സിലുണ്ടാകണം എന്ന് അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. അതിനാണ് പരലോകത്തെക്കുറിച്ച് വീണ്ടും പറയുന്നത്, കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. വേണ്ട, നിങ്ങൾ ഹുതമയിൽ എറിയപ്പെടും, നിങ്ങൾ ഹുതമയിൽ എറിയപ്പെടും. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് എന്താണ്? ഹുതമ ഗംഭീരമായ ഒരു യാഥാർത്ഥ്യമാണ്, ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ വിശദീകരിച്ചു തരാൻ പറ്റുന്ന വാക്കുകൾ ഇല്ല. എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഹുതമ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ പറ്റുന്ന ഉദാഹരണവുമില്ല. അല്ലാഹുവിന് കഴിയാത്തതല്ല പ്രശ്നം. മനുഷ്യരെന്ന നിലയ്ക്ക് ഏതെങ്കിലും വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടില്ല. കാരണം അത്രയും ചെറുതാണ് നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബുദ്ധി. അതുകൊണ്ട് അല്ലാഹു തന്നെ ചോദിക്കുകയാണ്, വമാ അദ്റാക മൽ ഹുതമ. ഹുതമയുടെ ഗാംഭീര്യം എന്ത് എന്ന് നിങ്ങളെ അറിയിച്ചു തരുന്നത് എന്താണ്? എന്ത് പറഞ്ഞിട്ടാണ് ഹുതമയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അതിന്റെ ഭയാനകത മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും വാക്കുകളോ ഉദാഹരണങ്ങളോ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ചിലത് മാത്രം നിങ്ങൾ കേൾക്കുക. നാറുല്ലാഹിൽ മൂഖദ. കത്തിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ തീയാണത്. ലോകത്തുള്ള എല്ലാ തീയും അല്ലാഹുവിന്റെ തീ തന്നെയാണ്. പക്ഷേ ഈ തീയെക്കുറിച്ച് അല്ലാഹു പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്, നാറുല്ലാഹ്. അത് അല്ലാഹുവിന്റെ തീയാണ്, കത്തിക്കപ്പെട്ടിട്ടുള്ള അല്ലാഹുവിന്റെ തീ. ആ അല്ലാഹുവിന്റെ തീയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ. അത് എത്തി നോക്കുന്നത്, അത് കയറി ചെല്ലുന്നത് അഫ്ഇദകളിലേക്കാണ്, മനസ്സുകളിലേക്കാണ് ഇത് കടന്നു ചെല്ലുന്നത്. മനസ്സുകളിലേക്ക് എത്തി നോക്കാൻ കഴിയുന്ന, മനസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന, അവിടുത്തെ വികാരങ്ങളെയും വിചാരങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്ന, ആ വികാരം എത്രമാത്രം വൃത്തികെട്ടതാണോ അത്രയും ശക്തിയിൽ മനുഷ്യനെ കരിപ്പിച്ച് കളയാൻ കഴിയുന്ന ശേഷിയുള്ള തീയാണ് അല്ലാഹുവിന്റെ ഈ തീ. ധനത്തോടുള്ള അഭിനിവേശം വളരെ ശക്തമായിരുന്നുവെങ്കിൽ, ആ അഭിനിവേശം കാരണമായി മനുഷ്യനോടുള്ള പുച്ഛം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ആ പുച്ഛത്തിന്റെ തോതനുസരിച്ച്, ആ പുച്ഛം മനസ്സിൽ വന്നു ചേർന്നതിന്റെ ആഴമനുസരിച്ച് ശരീരത്തെ കരിച്ചു കളയാൻ കഴിവുള്ള അല്ലാഹുവിന്റെ പരിശീലനം സിദ്ധിച്ച തീയാണ് ഹുതമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ സാമാന്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 സൂറത്തിലും വന്നിട്ടുള്ള ആശയങ്ങളെ നിങ്ങളൊന്ന് യോജിപ്പിച്ചു നോക്കൂ. ധനത്തോടുള്ള അമിതമായ ആഗ്രഹം,
അതിങ്ങനെ ഒരുമിച്ച് കൂട്ടുകയും എണ്ണിക്കണക്കാക്കുകയും ബാങ്ക് ബാലൻസ് നോക്കുകയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ. ഈ അവസ്ഥ ഒരർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ധിക്കാരം നമ്മിൽ വളർത്തും, മറ്റൊരർത്ഥത്തിൽ മനുഷ്യനോടുള്ള പുച്ഛവും വളർത്തും. അള്ളാഹുവിനോടുള്ള ധിക്കാരം എത്ര അളവിൽ വളർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. മനുഷ്യരോടുള്ള പുച്ഛം എത്ര അളവിലാണ് ഈ സമ്പത്തിനോടുള്ള സ്നേഹം കാരണമായി വളർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങളുണ്ട്. അതിനനുസരിച്ച് മനുഷ്യനെ ശിക്ഷിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വതകുലൂന തുറാസ അക്ലല്ലമ്മാ, നിങ്ങൾക്ക് പൈതൃകമായി കിട്ടിയ സ്വത്തുണ്ടല്ലോ, അത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടി തിന്നുകയാണ്. ഒരുപാട് അർത്ഥവ്യാപ്തിയുള്ള പദപ്രയോഗമാണത്. നിങ്ങൾക്ക് പൈതൃകമായി കിട്ടിയത് എന്നത് എന്റെ പരിഭാഷ മാത്രമാണ്. തുറാസ്, പൈതൃക സ്വത്തുക്കൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി തിന്നുകയാണ്. കൊടുക്കേണ്ടവർക്ക് നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല, പെങ്ങന്മാർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തിട്ടില്ല, പെങ്ങന്മാരുടെ മക്കൾക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തിട്ടില്ല, നിങ്ങളുടെ ഉമ്മക്ക് കൊടുക്കേണ്ടത് ഉമ്മക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കൈകാര്യത്തിന്റെ അധികാരം വന്നപ്പോൾ അതിൽ നല്ലതേത് തീയതേത് എന്ന് നോക്കാതെ, ഹക്കേത് ബാത്തിലേത് എന്ന് നോക്കാതെ നിങ്ങൾ തുറാസ് വാരി വലിച്ചു തിന്നുകയായിരുന്നു ചെയ്തിരുന്നത്. ധനത്തോട് നിങ്ങൾ അമിതമായ സ്നേഹമാണ് വെച്ചു പുലർത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അമിതമായ ഒരു സ്നേഹം സമ്പത്തിനോട് നമുക്ക് പാടില്ല. മാത്രമല്ല, സമ്പത്തിനെ കുറിച്ചുള്ള തെറ്റായ ഒരുപാട് ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ ഒരു ധാരണയാണ് ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എനിക്ക് സമ്പത്ത് ലഭ്യമായിട്ടുള്ളത് എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ അറിവ് കൊണ്ടാണ് എന്നുള്ളത് സമ്പത്തിനെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണയാണ്. ചില ആളുകൾ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കുന്നവരാണ്. അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, അല്ലാഹുവാണ് എനിക്ക് സ്വത്ത് തന്നിട്ടുള്ളത്, അല്ലാഹു എനിക്ക് സ്വത്ത് തന്നിട്ടുള്ളത് ആർക്കാണ് സ്വത്ത് കൊടുക്കേണ്ടത് എന്ന് അല്ലാഹുവിന് അറിയാവുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കാർക്കും പൈസ തന്നിട്ടില്ലല്ലോ അല്ലാഹു, അത് നിങ്ങളുടെ കയ്യിലൊന്നും തന്നാൽ പറ്റൂല എന്ന് അല്ലാഹുവിന് അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു എന്നെ ബഹുമാനിച്ചിട്ട് എനിക്ക് ധാരാളമായി സ്വത്ത് തന്നിട്ടുള്ളതാണ് എന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. അതിന് നേർ വിപരീതമായിട്ട് സ്വത്ത് ലഭ്യമാകാത്ത ആളുകൾ എനിക്ക് സ്വത്ത് കിട്ടാത്തത് അല്ലാഹു എന്നെ അപമാനിച്ചതാണ് എന്നും വിചാരിക്കുന്നുണ്ട്. ഈ രണ്ട് ചിന്താഗതികളെയും വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമഹു വനഅമ, എന്നാൽ മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു, എന്നിട്ടവനെ മാനിച്ചു, എന്നിട്ടവന് നിഅമത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകി, അവനോട് ഉദാരത കാണിച്ചു, അവൻ അനുഗ്രഹങ്ങൾ നൽകി. ഫയഖൂലു, അപ്പോൾ അവൻ പറയുന്നു, റബ്ബി അക്രമൻ, എന്റെ നാഥൻ എന്നെ ബഹുമാനിച്ചിരിക്കുന്നു എന്നവൻ പറയുന്നു. അതില് അള്ളാഹു പറയുന്ന പോയിന്റ് എന്താന്ന് ചോദിച്ചാൽ, സമ്പത്ത് നൽകുക എന്നത് ബഹുമാനിക്കലല്ല, ആദരിക്കലല്ല, സ്നേഹിക്കലല്ല. അതിന് സ്നേഹമൊന്നും പറയാൻ പറ്റൂല, മറിച്ച് അത് ഇബ്തില ആണ്. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, അത് പരീക്ഷണമാണ്. സമ്പത്ത് നൽകപ്പെടുക എന്നുള്ളത് പരീക്ഷണമാണ്, അതവൻ മനസ്സിലാക്കണം. വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ, എന്നാൽ ചില ആളുകളെ അല്ലാഹു പരീക്ഷിക്കും, അവർക്ക് ഭക്ഷണം ഒന്ന് പരിമിതപ്പെടുത്തും. ആ സമയത്ത് അവൻ പറയും, എന്റെ നാഥൻ എന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറയും. എന്നാൽ സമ്പത്ത് നൽകൽ പരീക്ഷണമാണ്, അത് ബഹുമാനിക്കലല്ല. സമ്പത്ത് നൽകാതിരിക്കൽ അതും പരീക്ഷണമാണ്, അത് നിന്ദിക്കലുമല്ല.
എനിക്ക് സമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടി നൽകിയതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ സമുദായത്തെക്കുറിച്ച് ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, മറിച്ച് സമ്പന്നതയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമ്പന്നത കൊണ്ട് അല്ലാഹു എന്നെ പരീക്ഷിക്കുകയാണ്. ആ സമ്പത്തിനോട് ഞാൻ പുലർത്തേണ്ടുന്ന കടപ്പാടുകൾ പുലർത്തുകയാണ്, ഞാൻ നിർവഹിക്കേണ്ടുന്ന കടപ്പാടുകൾ നിർവഹിക്കുകയാണ് വേണ്ടത് എന്നുള്ള തോന്നലാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്കുണ്ടായി തീരേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നതാണ് നമുക്ക് ഈ സൂറത്തുകളിൽ കാണാൻ കഴിയുന്നത്. സമ്പത്തിനെ സംബന്ധിച്ച വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, വളരെ സന്തുലിതമായിട്ടുള്ള ഒരു സങ്കല്പം, ആ സങ്കല്പം നമ്മുടെ ബുദ്ധിയിൽ വേണമെന്ന് മാത്രമല്ല, ആ സങ്കല്പം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി അത് നമ്മുടെ വികാരമായി തീരുകയും ചെയ്യണം. സമ്പത്ത് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ആ സമ്പത്തിനോട് ഒരു ഡിസ്റ്റൻസ്, ഒരു അകലം കീപ്പ് ചെയ്യണം. അല്ലാഹുവിനെ ധിക്കരിക്കുന്നിടത്തോളം, മനുഷ്യരോട് പുച്ഛം കാണിക്കുന്നിടത്തോളം, ഈ സമ്പത്ത് എന്റെ വിജ്ഞാനം കൊണ്ട് ഉണ്ടായതാണ് എന്ന് അഹങ്കരിക്കുന്നിടത്തോളം, ഈ സമ്പത്ത് പടച്ചവൻ എന്നെ ബഹുമാനിച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ചതാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നിടത്തോളം കാര്യങ്ങൾ എത്താതെ വളരെ സന്തുലിതമായ ഒരു സമീപനം സമ്പത്തിനോടുണ്ടായിത്തീരണം എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത് വളരെ ശക്തമായ ചില മൂല്യങ്ങളാണ്, ചില സമീപനങ്ങളാണ്. ഈ സമീപനങ്ങൾ ഉണ്ടാക്കുവാൻ മുതലാളിത്തത്തിന്റെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിന് സാധ്യമായിട്ടില്ല. സമ്പത്തിനെ കുറിച്ച കമ്മ്യൂണിസത്തിന്റെ സങ്കല്പത്തിനും കാഴ്ചപ്പാടിനും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് മുതലാളിത്തവും കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുതലാളിത്തത്തിന് മൂല്യങ്ങളില്ല. അവർ തന്നെ പറയുന്നത്, ആരെങ്കിലും മൂല്യങ്ങൾ കൊണ്ടുവന്നോട്ടെ, നമുക്കതിന് എതിർപ്പില്ല, വേണമെങ്കിൽ കുറച്ച് ഉപദേശികളെയൊക്കെ നിങ്ങൾ നിശ്ചയിച്ചോളൂ മൂല്യങ്ങളെക്കുറിച്ച് പറയാൻ, അത് മുതലാളിത്തത്തിന്റെ വാക്കിൽപ്പെട്ടതല്ല. കമ്മ്യൂണിസമാകട്ടെ നേരത്തെ തന്നെ മൂല്യങ്ങളെയും ആത്മീയതയെയും തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതിനു പകരം വളരെ ശക്തമായ ഓർമ്മപ്പെടുത്തലുകളിലൂടെ, വളരെ ശക്തമായ പരലോക വിശ്വാസത്തിലൂടെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിലൂടെ സന്തുലിതപ്പെടുത്താൻ, സമ്പത്തിനോടുള്ള കാഴ്ചപ്പാടിനെ സന്തുലിതപ്പെടുത്താൻ ഇസ്ലാം ശ്രമിച്ചു, ഇസ്ലാമിന് സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമും ഭൗതിക പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളിലെ മൗലികമായ ഒരു പോയിന്റ് എന്ന് മാത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.